ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ ബൈക്ക് മേടിച്ചു. ഇത് പിന്നെ ഏതാ ബൈക്കെന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ. സംഭവം നൈസ് ബൈക്കാ. ഞാൻ പിന്നെ ഫുർഫുറി നഗറിൽ വന്നേക്കാ. ഇവിടെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, ബൈക്കിൻ്റെ ഡെലിവറി എടുത്തു. എന്തുട്ടായാലും നൈസ് ബൈക്കാ, ഒരു രക്ഷയുമില്ല. ഈ ബൈക്ക് അത്യാവശ്യം സ്പീഡിൽ പോവേ, 120ൻ്റെ മേലെ പോവും. അതിപ്പോൾ കുഴപ്പമില്ല. ഈ ബൈക്കിൽ പിന്നെ മൈലേജ് ഒന്നും ഇല്ല ഏട്ടാ. റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കല്ലേ, ഇവരുടെ ബൈക്കിൽ മൈലേജ് ഒന്നും ഉണ്ടാവില്ല. 10 കിട്ടിയ ഭാഗ്യം. അതിപ്പോൾ കുഴപ്പമില്ല. മൈലേജ് ഒന്നും നമുക്ക് വിഷയമല്ല. എത്ര വേണമെങ്കിലും നമുക്ക് പെട്രോൾ അടിക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടിയിൽ പിന്നെ പെട്രോൾ കുറവാ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോട്ടടിക്കാം. അല്ല, ഇതാരാ? ഇതെന്തുട്ട് ജീവിയാ? ഹലോ ചേട്ടാ, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ടോങ് 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 സാഹൂർ. ടൊങ് 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 സാഹോയ? താൻ എന്തായി പറയണേ? അല്ല, എന്താ അവിടെ? കയ്യിൽ ബാറ്റൊക്കെ ഉണ്ടല്ലോ. അടി ഉണ്ടാക്കാൻ വന്നേക്കാണോ? അതെ, എൻ്റെ അടുത്ത് മുട്ടണ്ടാട്ടാ. നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. അതെ, തൽക്കാലം ഇവിടുന്ന് പോവാൻ നോക്ക്. ടോങ് 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 ടോങ്. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ അങ്ങനെ ഇവിടുന്ന് പോവൊന്നുമില്ല. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായി. നീ പിന്നെ പുതിയ ബൈക്കും കാറും മേടിച്ചു അല്ലേ? ഈ വണ്ടികളും ഞാൻ സ്വന്താക്കാൻ പോവാ. ഇനി മുതൽ ഈ വീടും ഈ വണ്ടികളും എൻ്റെ സ്വന്താ. നീ തൽക്കാലം ഇവിടുന്ന് പോവാൻ നോക്ക്. ശരി, ഇതൊന്നിട്ട് പരിപാടിയാ? എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്നോട് ഇറങ്ങി പോകാൻ പറയേ? അതെ, ഞാൻ ഒന്നുകൂടെ മര്യാദയ്ക്ക് പറയാ, ഇവിടുന്ന് പൊക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങി പോവില്ല. എനിക്ക് സൗകര്യമില്ല. നീ എന്താ ചെയ്യാ? എനിക്കൊന്ന് കാണണം. നീ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കോ? കംപ്ലൈൻറ്റ് കൊടുത്തോ? അപ്പോഴും ഒരു കാര്യമില്ല. അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഉള്ള കാര്യം പറയാം. അങ്ങനെയാണല്ലേ ഗൈസ്? അതെ, ഇവനെ വെറുതോട്ടാ ശരിയാവില്ല. ഇവൻ്റെ വിചാരേ എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ അവനെ അറിയില്ല ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ ഡ്രോവറിൽ വെച്ചേക്കാം. നമുക്കത് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാനേ വെപ്പൺസൊക്കെ എടുത്തേക്കാം. എല്ലാ വെപ്പൺസും ഞാൻ റീലോഡ് ചെയ്തു. ഇനി ഇവൻ്റെ കാര്യത്തിലേ തീരുമാനമാക്കാം. ടുങ് ടുങ് ടുങ്. അതെ, ഇങ്ങോട്ടേക്കൊന്ന് നോക്കിയേ. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്, ചാവ്. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നെ വെടി വെച്ചൂലേ? അതെ, ഒരു കാര്യം പറയാം. നീ രക്ഷപ്പെട്ടോന്ന് വിചാരിക്കണ്ട. എൻ്റെ ആൾക്കാർ വരും നിന്റെ അടുത്തേക്ക്. അവർ നിന്നെ വെറുതെ വിടില്ല. നീ തീർന്നടാ, നീ തീർന്ന്. ഒന്ന് പോയാടാ അവിടെ നിന്ന്. അവനവിടെ ചാവാറായി, എന്നിട്ടും ഡയലോഗ് അടിക്കുക. എന്തെങ്കിലും ആവട്ടെ, അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോൾ നമുക്കേ കുറച്ചു നേരം ഇരുന്ന് TV കാണാം. 2 hours later. ഗൈസ്, ഇവിടെ ഞാനേ TV കാണായിരുന്നു കേട്ടാ. പക്ഷെ ഇവിടെ വീട്ടിൽ കറണ്ട് പോയി. ഇനിയിപ്പോൾ TV കാണാൻ പറ്റില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് എടുത്തിട്ടേ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബൈക്കിൽ പെട്രോൾ ഇല്ല, പെട്രോൾ കുറവാ. നമുക്കപ്പോൾ നേരെ പെട്രോൾ പമ്പിൽ പോവാം, എന്നിട്ട് ഫുൾ ടാങ്ക് അടിക്കാം. കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം, കുഴപ്പമില്ല. അതെ, നേരത്തെ ഒരുത്തൻ എൻ്റെ വീട്ടിലേക്ക് വന്നില്ലേ, അവൻ്റെ പേരെന്തായിരുന്നു? ടുങ് ടുങ് ടുങ്ങാ, അങ്ങനെ എന്തോ ആണ്. അവൻ എൻ്റെ അടുത്ത് റിവഞ്ച് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അവൻ്റെ ആൾക്കാർ വന്ന് റിവഞ്ച് എടുക്കുന്ന പറഞ്ഞേ. ഇനിയിപ്പോൾ ശരിക്കും റിവഞ്ച് എടുക്കുമോ? എനിക്ക് തോന്നണില്ല. അവന്മാരെ കൊണ്ടൊന്നും പറ്റില്ല. അഥവാ റിവഞ്ച് എടുക്കാൻ വന്ന എല്ലാത്തിനും തീർത്തളയും. അതൊക്കെ അത്ര ഉള്ളോ. നമ്മളിപ്പോൾ ഏതായാലും പമ്പിൽ വന്നേക്കാ. പെട്രോളിന് എത്ര റേറ്റ്? കൂടിയാ. ഇന്നലെ 102 ആയിരുന്നു, ഇപ്പം 107 എങ്ങോട്ടേക്കത് കൂടിക്കൂടി പോണേ?
അയ് ശരി. അപ്പൊ ഇവനാണ് ഫ്രാങ്ക്ലിൻ. ഇവനാണ് നമ്മുടെ ചെക്കനെ കൊന്നേ. ബോയ്സ്, അതെ, ഇവനെ വെറുതെ ഇടാൻ പാടില്ല. ഇവനെ തീർത്തളയണം. ഏ ഇതെന്തത്? റിവഞ്ച് എടുക്കാനായിട്ട് ആൾക്കാർ വന്നാ? ഇവിടെ ഇഷ്ടം പോലെ ടുങ് 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 ഉണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്താ വിചാരിച്ചേ നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന? ഒരിക്കലും ഇല്ല. നീ നമ്മുടെ ചെക്കനെ കൊന്നൂലേ? ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനം അവിടെ. നീ തീർന്നടാ, നീ തീർന്ന്. ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണി പാളിയിട്ടാ. ഇവന്മാരനെ അറ്റാക്ക് ചെയ്യാൻ വരിക. ഇവന്മാരുടെ കയ്യിലേ ഒരു വെപ്പണുണ്ട്. അത് വലിയൊരു ബാറ്റാ. അതുകൊണ്ട് എൻ്റെ തലമുളയ്ക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. ഞാൻ അപ്പം തന്നെ പടാവും. എന്തപ്പോൾ ചെയ്യാ? ഇവന്മാരെ എങ്ങനെ തീർത്തളയാ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പോണേ. എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടായിട്ടാണോ? എൻ്റെ കയ്യിലേ RPG ഉണ്ട്. ഇന്നാ പിടിച്ചോ. ദേ കിടക്കണോ അവിടെ. ചാവട അങ്ങോട്ട്, ചാവ്. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ ഫ്രാങ്ക്ലിനെ, ഇതോടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയും വരും. ഇനിയും കുറെ ആൾക്കാരായിട്ട് വരും. ഓ പിന്നെ, നിങ്ങൾ എത്ര ആൾക്കാരെ വേണമെങ്കിലും കൊണ്ടുവന്നോ. എല്ലാത്തിനും തീർത്തളയും. ഒരാളെയും ഞാൻ ബാക്കി വയ്ക്കില്ല. അല്ല പിന്നെ, അതൊക്കെ അത്ര ഉള്ളോ? ഇനിയിപ്പോൾ വലിയ സീനൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ഇവന്മാരുടെ ശല്യം ഉണ്ടാവില്ല. ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.